ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒന്നും നടക്കുന്നില്ലെന്നേ. വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു വെക്കും. വോയിസ് ഓവർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണെന്നേ. ബൈ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ? ഈ വ്ലോഗിൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമുക്കൊരു സാറ്റർഡേ മോർണിംഗ് തുടങ്ങാം. ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നേരത്തെ പറഞ്ഞ മടി കാരണം വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി. എന്തായാലും നമുക്കുള്ളതൊക്കെ കാണാം. രാവിലെ പുട്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. പുട്ട് ഞാൻ കുറച്ചെങ്കിലും കഴിക്കണമെങ്കിൽ കൂട്ടത്തിൽ കടലക്കറി വേണം. അങ്ങനെ രാവിലെ തന്നെ തങ്കുചേട്ടൻ്റെ തട്ടുകടയിൽ പോയി കടലക്കറി വാങ്ങിച്ചു. ഇവിടുത്തെ കടലക്കറി നല്ലതാണ് കേട്ടോ. കടൽക്കറി മാത്രമല്ല, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. തട്ടുദോശയും പൊറോട്ടയും എല്ലാം, ചിക്കൻ ഫ്രൈയും എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ. നെക്സ്റ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലായിരുന്നു പോകേണ്ടത്. അവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നിപ്പിന് ഓടിയതായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ചേട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നു. ചേട്ടൻ എപ്പോൾ കാർ എടുത്താലും അറിയില്ല, ഞാൻ ഓടി ചാടിക്കയറും. അതിപ്പോൾ ഒരു ശീലമായിരിക്കുന്നു. അതിപ്പോൾ എനിക്ക് നിർബന്ധമായിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു ശീലമാണ് ഈ ചോക്ലേറ്റ് തീറ്റി. അങ്ങനെ ഞാൻ പറഞ്ഞു എപ്പോഴും ചേട്ടനെ കൊണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിപ്പിക്കും. ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ പറയാതെ തന്നെ ചേട്ടൻ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി തന്നു. അതിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിൽ വന്നു, പുട്ടും കടലയൊക്കെ കഴിച്ചു. കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ടു. അപ്പോൾ ഇതാ ഞാൻ നോക്കിയപ്പം എൻ്റെ കുഞ്ചാക്കോ ബോബൻ്റെ നൃത്യങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. വെറുതെ വിട്ടില്ല, അതും പകർത്തി ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അനുസരണ അത് പിന്നെ എനിക്ക് പണ്ടേ കൂടുതലായതുകൊണ്ട് ഹൈലൈറ്റ്സിൽ ഇതിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാവം ചേട്ടൻ. പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചു കുളിച്ചു. എന്നിട്ട് നമുക്കിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു. ആലപ്പുഴയിലുള്ള ഹോസ്പിറ്റലായിരുന്നു നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 2:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിതാ ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വണ്ടിയായിട്ട് ഈ ആലപ്പുഴ സിറ്റിക്കകത്ത് വന്നിട്ട് കുറേ നാളായി. അപ്പം ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് മുല്ലയ്ക്ക് വഴി പോവാമെന്ന്. ചുമ്മാ കുറച്ച് ഷോപ്സൊക്കെ കണ്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉച്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണില്ലല്ലോ. അപ്പം നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ടാണ് മുല്ലയ്ക്ക് വഴി പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയി കുറച്ചായപ്പോഴത്തേനും റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു വഴി വന്നു, അവിടെയും റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു കറക്കമൊക്കെ കറങ്ങി എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിലെത്തി. ഞാൻ സ്ഥിരം ബസ്സിന് പോകുമ്പം ഓട്ടോയിലാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പം ഒരു ചെറിയ വഴിയുണ്ട്. പക്ഷേ നമ്മൾ കാറിൽ പോയാൽ വേറൊരു കാർ ഓപ്പോസിറ്റ് വന്ന് നമുക്ക് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വഴി പോവാതെ വേറെ വഴി പോകാമെന്ന് വെച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് നല്ലൊരു കറക്കം കിട്ടി. അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിലെത്തി. നമുക്കൊരു മെഡിസിനായിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. ആ മെഡിസിൻ അവിടെ ഇല്ലെങ്കിൽ ചേട്ടൻ്റെ ആയിരിക്കുന്ന എനിക്ക് നല്ലതായിട്ട് കിട്ടും. കാരണം ഈ മെഡിസിൻ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ചേർത്തലേ പോകണം. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനില്ല. കാരണം ചില മെഡിസിൻസ് ഒന്നും ഇവിടെ കാണില്ല. എൻ്റെ ഭാഗ്യത്തിന് എന്തായാലും ആ മെഡിസിൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്താണ്. ഇത് വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, ജസ്റ്റ് ഒരു ക്ലിനിക്കാണ്. അവിടെ നമുക്കൊരു മെഡിസിൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ പോയത്. പിന്നെ നമ്മുടെ ഒരു ഡോക്ടർ ഇവിടെ ഒരു ദിവസം മാത്രം വരുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ കിൻഡറിൻ്റെ ആലപ്പുഴയിലുള്ള ക്ലിനിക്ക്. ഞാൻ അവിടെ നിന്ന് നമ്മുടെ മെഡിസിനൊക്കെ വാങ്ങിച്ചു. ചേട്ടനോട് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു, ചേട്ടാ ഒന്ന് വീഡിയോ എടുക്കുമോയെന്ന്. ചേട്ടൻ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പബ്ലിക്കായിട്ട് എനിക്ക് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു നാണം വരും. എനിക്ക് ബാക്കിയുള്ളവരുടെ വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ എന്നെ ഫേസ് ചെയ്തിങ്ങനെ ക്യാമറ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചേട്ടനോട് നിർത്തുമെന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകല്ല, നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അവിടെയും കൂടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നുള്ളൂ. അങ്ങനെ മെഡിസിൻ എടുത്തിട്ട് നമ്മൾ വേറെ വഴി തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഇത്രയും ബ്ലോക്കുള്ള വഴിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ചേട്ടൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ചേട്ടൻ ഇവിടുത്തെ ബ്ലോക്കിനെ പറ്റി വലിയ ധാരണയില്ല. എന്തായാലും കുറേ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ ബ്ലോക്കൊന്ന് കടന്നു കിട്ടാൻ. ഞങ്ങൾക്ക് മാരുതിയുടെ സർവീസ് സെൻറ്ററിലൊന്ന് പോകണമായിരുന്നു ചുങ്കത്ത്. കാരണം നമ്മുടെ കാറിൻ്റെ വീൽ ക്യാപ്പ് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വീൽ ക്യാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ട്രാഫിക് കടന്ന് നമ്മൾ മാരുതിയുടെ സർവീസ് സെൻറ്റർ ചുങ്കത്താണുള്ളത്.
ശരിക്കും നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ വരണമെങ്കിൽ ബസ്സിന് വരുന്നതാണ് നല്ലത്. കാരണം ഈ ട്രാഫിക്കിൽ കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ല. അത്രയ്ക്ക് ട്രാഫിക്കാണ് ഇവിടെ. ബസ്സിൽ വരുവാണെങ്കിൽ ബസ്സിൽ വന്ന് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിക്കുമ്പം അവർ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവിടും. ഓട്ടോ ആകുമ്പം ഇടയ്ക്കൂടെയൊക്കെ എടുത്തെടുത്ത് നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. തിരിച്ച് ഞാൻ ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോയിൽ വന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകാറ്. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ കയറി. അല്ല, അതിനു മുമ്പ് നമ്മൾ ചുങ്കത്ത് പോയിട്ടുണ്ടായിരുന്നു. ചുങ്കത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ കാറിൻ്റെ വീൽ ക്യാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ കരുതി വീൽ ക്യാപ്പ് ഇട്ടിട്ട് തിരിച്ച് പോകാമെന്ന്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അങ്ങനെ നമ്മൾ മാരുതിയുടെ സർവീസ് സെൻറ്ററിലെത്തി. ആദ്യം ഒരു വീൽ ക്യാപ്പ് കൊണ്ടുവന്നു. അത് നമ്മുടെ കാറിൻ്റെ നമ്പർ സെയിം വീൽ ക്യാപ്പ് അല്ല, അതിനെന്തോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വീൽ ക്യാപ്പ് കൊണ്ടുവന്നു, അതും നമ്മുടെ അല്ല. അങ്ങനെ ഇവർ ഓർഡർ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നു. എന്തോ നമ്പറോ എന്തോ സീരീസോ എന്തോ മാറിപ്പോയി. അങ്ങനെ നമ്മുടെ വീൽ ക്യാപ്പ് നമുക്ക് കിട്ടിയില്ല. അതിനുശേഷം നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പേരയ്ക്കയും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ടു. പേരയ്ക്കാപ്പുള്ളി നമുക്ക് സാമ്പിൾ തന്നത് നല്ല മധുരമുള്ളതായിരുന്നു. താഴെ നിന്ന് എടുത്തൊരു പേരയ്ക്കയുടെ സാമ്പിൾ തന്നത് നല്ല മധുരമുള്ളത്. അത് തന്നെയാണ് ഈ വരുന്നവർക്കെല്ലാം പുള്ളി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചതോ ഒട്ടും മധുരമില്ലാത്തത്. പിന്നെ നമ്മൾ പറവൂർ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അതിനുശേഷം നമ്മുടെ VS അച്യുതാനന്ദൻ്റെ വീടാണിത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുവഴി കുറേ തവണ പോയെങ്കിലും ഞാൻ ഇതാണ് VS അച്യുതാനന്ദൻ്റെ വീടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ VS അച്യുതാനന്ദൻ്റെ വീടൊക്കെ കണ്ട് തിരിച്ച് അമ്പലപ്പുഴയ്ക്ക് പോയി. അമ്പലപ്പുഴയിൽ നമുക്ക് ആര്യാസിൽ നിന്ന് ചായ കുടിക്കാൻ ഒരാഗ്രഹം വന്നു. പിന്നെ നമ്മൾ ഒട്ടും വൈകിപ്പിച്ചില്ല. ആര്യാസിൽ കയറി ചായ കുടിച്ചു. ചായ മാത്രം കുടിച്ചിട്ടൊരു സുഖം തോന്നിയില്ല. അങ്ങനെ നമ്മൾ നല്ല ചൂട് ഉഴുന്നുവടയും കൂടെ വാങ്ങിച്ചിട്ട് കഴിച്ചു. കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഈ ആര്യാസിൽ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. കാരണം ചേട്ടൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്ന ടൈമിൽ ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ വഴി അങ്ങനെ വരാറില്ല. അപ്പം ചേട്ടന് പെട്ടെന്നൊരാഗ്രഹം വന്നു കേസരി കഴിക്കാൻ. ചേട്ടൻ ഇവിടുത്തെ കേസരിയുടെ ഒരാളാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് കേസരിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം ഓർക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയായിരുന്നു. നമ്മൾ തൃക്കുന്നപ്പുഴയ്ക്ക് പോയായിരുന്നു. അപ്പം തോട്ടപ്പള്ളി സ്പിൽവേക്ക് എത്തിയപ്പോൾ നല്ല വ്യൂ. അപ്പം നമ്മൾ വ്യൂ ഒക്കെ എടുത്ത് ഇനി തൃക്കുന്നപ്പുഴ ചെന്നിട്ട് ബാക്കി വിശേഷം എടുക്കാമെന്ന് കരുതി. അപ്പം നേരത്തെ ആദ്യമേ പറഞ്ഞ മടി ഓർമ്മയില്ലേ, ആ മടി കാരണം ഞാൻ വീഡിയോയുടെ കാര്യമേ മറന്നുപോയി. തിരിച്ച് ഈ സെയിം സ്ഥലം എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തത്. അതും ഓർക്കാൻ കാരണം ചേട്ടൻ ഈ സീനറി ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതും ആലോചിച്ചത്. അങ്ങനെ ആ ദിവസവും പോയി. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പോകേണ്ടത് ചേർത്തലയിലായിരുന്നു. അതും നല്ല മഴയുള്ള ദിവസം. ചേട്ടനെ കൊണ്ട് ഹാഫ് ഡേ ലീവ് എടുപ്പിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു. അത്രയും ദിവസം ഇല്ലാത്തതുപോലത്തെ നല്ല മഴ. എന്തായാലും കാറിലായതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് വന്നില്ല. ബസ്സിൽ പോകാനായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ചേട്ടൻ ലീവ് എടുത്തുകൊണ്ട് ഞങ്ങൾ കാറിൽ പോയി. നമുക്ക് ചേർത്തലയിലായിരുന്നു പോകേണ്ടത്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലെത്തി. ചേർത്തലയിലുള്ള കിൻഡറിലായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ പറഞ്ഞതിൽ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലെത്തി. ഓൾറെഡി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളത് കൊണ്ട് അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ പോയാൽ എല്ലാ പേഷ്യൻസിനെ കണ്ടിട്ടേ ഈ അപ്പോയിൻമെൻറ്റ് ഇല്ലാത്തവരെ ഡോക്ടർ കാണത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഈ വട്ടം അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് ഡോക്ടറെ നേരത്തെ കാണാൻ പറ്റി. നമുക്ക് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാനും പറ്റി. സാധാരണ പോകുമ്പം ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങാൻ പറ്റി. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ചേർത്തലയിലുള്ള കിൻഡർ. ഇവരുടെ തന്നെ ഒരു ക്ലിനിക്കാണ് ആലപ്പുഴയുള്ളത്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടിതാ നമ്മൾ മെഡിസിൻ വാങ്ങിക്കാനിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് തിരക്കുള്ളത് ഫാർമസിയിലാണ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. എനിക്ക് ഔട്ട്ഡോർ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.